ഗീതു മോഹൻദാസിന്റെ സംവിധാനത്തിൽ കെ.ജി.എഫ് താരം യഷിനെ നായനാക്കി റിലീസിന് തയ്യാറെടുക്കുന്ന ടോക്സിക്കിന്റെ ടീസർ അടുത്തിടെ വലിയ ചർച്ചയായിരുന്നു. കസബട്ട് സിനിമയിൽ മമ്മൂട്ടി ചെയ്ത കഥാപാത്രത്തിന്റെ സ്വഭാവത്തിലുള്ള സ്ത്രീവിരുദ്ധ വർഷങ്ങൾക്ക് ശേഷം മുമ്പ് ഗീതു മോഹൻദാസും പാർവതിയും കൂട്ടരും ചേർന്ന് വിമർശിച്ചിരുന്നു. സിനിമകളിൽ സ്ത്രീവിരുദ്ധ ആഘോഷിക്കപ്പെടുന്നതിന് എതിരുള്ള പ്രതിഷേധം ഇവർ പ്രകടിപ്പിച്ചിരുന്നു. അന്ന് കസബ സിനിമയ്ക്കെതിരെ സംസാരിച്ചവർ സ്വന്തം സിനിമയിലെ സ്ത്രീകളെ മോശമായി ചിത്രീകരിച്ചു എന്നായിരുന്നു ടോക്സിക്കിന്റെ ടീസറിൽ ചർച്ചാ വിഷയം. ഇപ്പോഴാ ടോക്സിക്കിന്റെ ടീസർ ചർച്ചയാകുന്നതുമായി ബന്ധപ്പെട്ട തന്റെ കാഴ്ചപ്പാടുകൾ പങ്കുവെക്കുകയാണ് നടി ഭാവന. ഹീറോ പോസിറ്റീവ് റോളുകളെ അഭിനയിക്കാൻ പാടുള്ളൂവെന്ന് പക്ഷക്കാരിയല്ല താനെന്ന് ഒരു അഭിമുഖത്തിൽ നടി പറഞ്ഞു. ടോക്സിക് സിനിമയുടെ കോൺസെപ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ടീസർ മാത്രം വെച്ച് ഒരു സിനിമയെപ്പറ്റി പറയാനൊന്നും പറ്റില്ല. ആ സിനിമയ്ക്ക് നല്ലതായാലും ചീത്തയായാലും ട്രാക്ഷൻ കാണും. ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ കണ്ട് അത് പറയുന്നത് യാതൊരു തെറ്റുമില്ല. മുമ്പ് പറഞ്ഞൊരു കാര്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. ഒരു ഹീറോ ആണെങ്കിൽ അയാൾ ഇങ്ങനെ മാത്രമേ അഭിനയിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയില്ല. അഭിനേത്രി എന്ന നിലയിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം. ഭാവിയിൽ ഞാൻ ചിലപ്പോൾ ഒരു നെഗറ്റീവ് ചെയ്തെന്ന് ഇരിക്കാം. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യാൻ പാടില്ലെന്നും അത് ചെയ്യാൻ പാടില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. സിനിമ എന്ന വിഷ്വൽ മീഡിയം മാത്രമാണ്. നല്ലതും നടക്കുന്നുണ്ട്, മോശവും നടക്കുന്നുണ്ട്. ഞാൻ നല്ല കഥാപാത്രം മാത്രമേ ചെയ്യൂ എന്ന് അഭിനേതാവ് തീരുമാനിച്ചാൽ അത് നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു സിനിമ എന്ന രീതിയിൽ മാത്രമേ ടോക്സിക്കിനെ കാണുന്നുള്ളൂ. ആ സിനിമ ചർച്ച ആകാനുള്ള കാരണം അതിനു മുമ്പ് നടന്ന ചില ചർച്ച കാരണങ്ങളാണ്. ഹോളിവുഡ് സിനിമ വരെ കാണുന്നവരല്ലേ നമ്മളെല്ലാവരും. അവരുടെ മൈൻഡ്സൊക്കെ മാറിയില്ലേ? വളരെ ഓപ്പണായിട്ടുള്ള ഓഡിയൻസല്ലേ നമുക്കുള്ളത്. പണ്ട് ലിപ് കിസ് സീൻ സ്ക്രീനിൽ വരുന്ന ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയില്ലായിരുന്നു. ഇപ്പോൾ ആളുകൾ മാറി. നല്ല സിനിമയാണെങ്കിൽ ഓഡിയൻസ് കയറും. നല്ലതല്ലെങ്കിൽ സ്വീകരിക്കില്ല. അതിനിടയിൽ വരുന്ന നല്ലതും ചീത്തയുമൊക്കെ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ വിശദീകരണങ്ങളാണെന്നും ഭാവന പറഞ്ഞു. മുമ്പ് ഒരു വിഷയം വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആരും ഈ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യില്ലായിരുന്നു എന്ന് ഭാവനയുടെ സഹതാരമായ സെർവിൻ ബെൻസനും പറഞ്ഞിരുന്നു.